ഭിന്നശേഷിക്കാരനായ ഗൃഹനാഥൻ ഉൾപ്പെടെയാണ് പെരുമ്പാമ്പിനെ പേടിച്ച് പുറത്തിറങ്ങാൻ സാധിക്കാതെ കഴിയുന്നത്. വൈക്കം ദളവാക്കുളം ബസ് സ്റ്റാൻഡിന് സമീപത്ത് താമസിക്കുന്ന പണ്ടാരച്ചിറ കുടുംബങ്ങളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. 2 വീടുകളിലായി 5 അംഗങ്ങളാണ് ഭീതിയിൽ കഴിയുന്നത്. ഒരാഴ്ചയിലധികമായി പെരുമ്പാമ്പ് ശല്യം രൂക്ഷമാണെന്നും സന്ധ്യ കഴിഞ്ഞാൽ വീടിന്റെ ജനലുകളും വാതിലും തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. രാവിലെ ഒരു വെയിലുറയ്ക്കുമ്പോഴത്തേക്കും മുകളിൽ കയറും. അത് കഴിയുമ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊത്തിലേക്ക് കയറും. രാത്രി ആകുമ്പോൾ എങ്ങോട്ടൊക്കെ വന്നേന്ന് നമുക്കറിയില്ലല്ലോ. ഞങ്ങൾക്കിപ്പം തീർത്തും ബാത്റൂമിൽ പോകാൻ പോലും വെളിയിലിറങ്ങാനായിട്ട് പേടിയായിട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിനെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിച്ചെങ്കിലും പാമ്പിന്റെ ഫോട്ടോ അയച്ചു നൽകാനാണ് ആവശ്യപ്പെട്ടതെന്ന് വീട്ടുകാർ പറയുന്നു. ഇവിടെ സംസാരിക്കാനും ചെവി കേൾക്കാത്ത ആൾക്കാരുള്ളതാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരമൊന്നും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഒന്നും കൂടെ പേടിയായി. അല്ലെങ്കിൽ തന്നെ ഇവിടെ പാമ്പൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഫയർഫോഴ്സിനെയാണ് വിളിച്ചത്. അപ്പോൾ അതിന് ഫോറസ്റ്റുകാരെ വിളിച്ചാൽ ഫോട്ടോ അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂറ്റൻ പെരുമ്പാമ്പ് പുറത്തിറങ്ങുന്നത് ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾ. പാമ്പിനെ പേടിച്ച് വളർത്തുമൃഗങ്ങളെ തുറന്നുവിടാതെ സംരക്ഷിക്കുകയാണിവർ. വൈക്കം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കാടുപിടിച്ചു കിടക്കുന്ന ഈ പ്രദേശത്ത് മൂർഖൻ ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകളുടെ ശല്യവും രൂക്ഷമാണ്.